ചിലപ്പോഴെല്ലാം നമ്മുടെ സാഹചര്യങ്ങൾ നമുക്ക് അനുകൂലമല്ലായിരിക്കാം. എപ്പോഴും സന്തോഷമൊന്നും ഉണ്ടായിരിക്കണം എന്നില്ല. പലപ്പോഴും നമുക്ക് കഷ്ടപ്പാടും പ്രയാസങ്ങളും ഓർത്ത് നമ്മൾ ജീവിതം മുന്നോട്ട് കൊണ്ടുവരുന്ന സാഹചര്യങ്ങളിലൊക്കെ നമുക്ക് എന്ത് ചെയ്യണമെന്നുള്ള ചിന്താഗതിയിൽ നമുക്ക് ഉണ്ടായിരിക്കാം. എന്നാൽ നമ്മളെ എന്ത് പ്രശ്നമാണ് നമ്മൾ അലട്ടുന്നത് അതിനെ ഓർത്തുകൊണ്ടിരിക്കാതെ നമുക്ക് അത് പരിഹരിക്കാൻ എങ്ങനെ കഴിയും, അങ്ങനെ നമ്മൾ ചിന്തിച്ച് മുന്നോട്ട് പോകും. പലപ്പോഴും നമുക്ക് ചിലപ്പോൾ നമ്മളെ സാമ്പത്തിക പ്രശ്നങ്ങളായിരിക്കാം, അല്ലെങ്കിൽ വിവാഹ ജീവിതത്തെക്കുറിച്ചായിരിക്കാം, ഇനിയിപ്പോൾ അല്ലെങ്കിൽ ടീനേജ് അങ്ങനെ എന്തെങ്കിലും കൗമാര പ്രായത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ. അപ്പോൾ ഇതുപോലുള്ള പല പ്രശ്നങ്ങളും നമുക്ക് ഉണ്ടായിരിക്കാം. കടക്കെണി ഇതുപോലുള്ള പല പ്രശ്നങ്ങളും. അപ്പം ഈ പ്രശ്നങ്ങളെ നമുക്ക് മുന്നോട്ട് പോകണമെങ്കിൽ, മുന്നോട്ട് തരണം ചെയ്ത് കൊണ്ടുപോകണമെങ്കിൽ നമ്മൾ ചിന്തിക്കേണ്ട ആദ്യം ഒരു കാര്യമുണ്ട്. കാരണം നമ്മൾ ഒരു കാര്യം നമ്മൾ എന്ത് തീരുമാനം എടുക്കുമ്പോൾ നമ്മൾ 2-3 പ്രാവശ്യം നമ്മളൊന്ന് ആലോചിക്കുക ആ വിഷയത്തെക്കുറിച്ച്. അല്ലാണ്ട് എടുത്ത പാടി അത് നമുക്ക് ചെയ്യാൻ കഴിയുമെന്ന് പറഞ്ഞ് അങ്ങ് ചാടിയിട്ട് ലാസ്റ്റ് സമയത്ത് നമുക്കത് തരണം ചെയ്യാൻ കഴിയണമെന്നില്ല. പിന്നീട് നമുക്കത് അതിനെക്കുറിച്ച് ഓർത്ത് ദുഃഖിക്കേണ്ടി വരും. അതുകൊണ്ട് നമുക്ക് എപ്പോഴും നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും 16 വട്ടം നമ്മൾ ആലോചിക്കുക. അത് നമുക്ക് കുടുംബം ഒത്തൊരുമിച്ചിരുന്ന് ആലോചിക്കുമ്പോൾ നമുക്കതിനെ പ്രശ്നങ്ങൾ നമുക്ക് പരിഹരിക്കാൻ കഴിയും. നമുക്ക് എന്ത് പ്രശ്നം നമ്മളെ കയ്യിൽ ഒതുങ്ങുന്നതായിരിക്കണം നമ്മൾ എന്ത് കാര്യം നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കേണ്ടത്. എങ്കിൽ മാത്രമേ നമുക്ക് ജീവിതത്തിൽ നമുക്ക് വിജയിക്കാൻ കഴിയുള്ളൂ. എന്ന് വെച്ച് എപ്പോഴും വിജയിച്ചുകൊണ്ടിരിക്കണം എന്നില്ല, എങ്കിൽ പരാജയങ്ങളൊക്കെ ഉണ്ടായിരിക്കാം. ഇപ്പോൾ നമുക്ക് അറിയാം, ഇപ്പോൾ ഒരു സാമ്പത്തികം അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളൊരു വീട് വെക്കാമെന്ന് വെച്ചു. ഇപ്പോൾ വീട് വെക്കുകയാണെങ്കിൽ നമ്മൾ ഒത്തിരി ലോണൊക്കെ എടുത്ത് നമ്മൾ വീട് വെക്കുക. എന്നാൽ നമ്മൾ ചിന്തിക്കുക നമുക്ക് എത്ര ശമ്പളമുണ്ടോ ആ ശമ്പളത്തിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുക, ആ ശമ്പളത്തിന് കവിഞ്ഞ് നമ്മൾ വലിയൊരു ലോണൊക്കെ എടുത്ത് നമ്മൾ അത് ഭാരിച്ച് വലിയ ഉത്തരവാദിത്തം. അപ്പോൾ അതൊക്കെ നമുക്ക് എന്താ പറയുക, അത് തലവേദനയാണ്. പിന്നീട് അത് വലിയ പ്രശ്നങ്ങളിലേക്ക് നമുക്ക് നടക്കും. കുടുംബത്തിൽ സമാധാനം ഉണ്ടായിരിക്കില്ല. ഇനിയിപ്പം മറ്റൊരു ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് ഇപ്പോൾ വേറൊരു വിഷയം എന്ന് പറഞ്ഞാൽ നമ്മളൊരു വിവാഹ ജീവിതത്തിൽ ചിലപ്പം ഇന്നത്തെ കാലത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ പലർക്കും പല പ്രശ്നങ്ങളും കൊണ്ട് വിവാഹം, ഡിവോഴ്സ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പം ഈ മാധ്യമങ്ങളിലൊക്കെ ഇപ്പോൾ നമ്മൾ പലപ്പോഴും കാണുന്നുണ്ട്, അത് ചെയ്തു ഇത് ചെയ്യുന്നു, ഭാര്യയ്ക്ക് സൗന്ദര്യമില്ല അതിൻ്റെ ഇത്. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഒരു ന്യൂസ് കണ്ടത്, സ്വന്തം ഭാര്യയ്ക്ക് സൗന്ദര്യമില്ല അതിൻ്റെ പേരിൽ അക്രമം. ഇതൊക്കെ നമ്മൾ എന്താ ചെയ്യുക, നമുക്ക് ഇപ്പോൾ ആ ഒരു വിവാഹ ജീവിതം നമ്മൾ കഴിക്കുമ്പോൾ നമ്മൾ ആ വ്യക്തിയെ കണ്ട് ഇഷ്ടപ്പെട്ട് നടക്കുന്നു. ഇപ്പം അല്ലാണ്ട് നമ്മൾ ആ സമ്പത്തിന് വേണ്ടിയാണെങ്കിൽ നമ്മൾ അത് അവരോട് നേരിട്ട് നമുക്ക് തുറന്ന് പറഞ്ഞതിന് ശേഷം നമുക്കതവിടെ പരിഹരിക്കാവുന്നേ ഉള്ളൂ. പിന്നെ വിവാഹം കഴിഞ്ഞ് വന്നു പിന്നെ അവിടെ പ്രശ്നങ്ങളായി. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമുക്ക് എന്താണോ വേണ്ടത് ആ കാര്യങ്ങളിൽ മാത്രം നമ്മൾ ഫോക്കസ് ചെയ്യുക. വേണ്ടാത്തവരെ നമ്മൾ ഒഴിവാക്കുക. അല്ലാണ്ട് അവിടെ അത് പിന്നെ വലിയ പ്രശ്നങ്ങളാക്കി വഴക്കുണ്ടാക്കി ജീവിതം നശിപ്പിക്കുന്നതിനായിട്ട് നല്ലത് എന്ത് കാര്യം തീരുമാനം എടുക്കാനുള്ള കഴിവ് നമുക്ക് മനുഷ്യർക്ക് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നല്ലതും ചീത്തയും തിരിച്ചറിയാനുള്ള കഴിവുണ്ട്. മറ്റുള്ള ജീവിതം നമ്മൾ കൊണ്ട് നശിപ്പിച്ചിട്ട് നമുക്ക് ഒന്നും കിട്ടാനില്ല. അതുപോലെ നമ്മളെ സ്വന്തം ജീവിതം നമ്മൾ നശിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു കാര്യമില്ല. തെറ്റും ശരിയും നമ്മളത് തിരിച്ചറിഞ്ഞ് ഓരോ കാര്യങ്ങൾ ചെയ്യുക. നമ്മൾ കാരണം മറ്റൊരു വ്യക്തിയുടെ ജീവിതം നശിപ്പിക്കുക എന്ന് പറഞ്ഞതാണ് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹം. കാരണം അതിൻ്റെ അത്ര മറ്റൊരു ദ്രോഹം നമുക്കില്ല. പാവങ്ങളെ ജീവിതവും എത്ര പേര് ഈ മാധ്യമങ്ങളിലും ന്യൂസുകളിൽ എത്ര പേര് എന്തോ ഇപ്പോൾ കഴിഞ്ഞ നമ്മൾ ഈ 2025 തുടങ്ങിയതിന് ശേഷം എത്ര പ്രശ്നങ്ങളായിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കൊലപാതകങ്ങളും പിന്നെ എന്തിനാ മനുഷ്യൻ്റെ സ്വാർത്ഥ കാരണങ്ങൾ കൊണ്ട് മാത്രമാണ് ഇതൊക്കെ നടക്കുന്നത്. സ്വാർത്ഥ കാരണങ്ങൾ. പിന്നെ ആർക്കും വിട്ടുവീഴ്ചയില്ല. കാരണം ആർക്കും തോറ്റു കൊടുക്കാൻ മനസ്സില്ല. ചില വിട്ടുവീഴ്ചകൾ, ഇപ്പോൾ ഒരു ദാമ്പത്യ ജീവിതമാണല്ലോ, നമ്മൾ ചില വിട്ടുവീഴ്ചകളൊക്കെ നടക്കണം. അതുപോലെ ഒരു കുടുംബത്തിലാകുമ്പോൾ എങ്കിൽ മാത്രമേ നമുക്ക് സമാധാനം ഉണ്ടായിരിക്കാൻ കഴിയുള്ളൂ. നമുക്ക് സ്വസ്ഥതയില്ലാത്തതിൻ്റെ ഏറ്റവും കാരണം നമ്മൾ തന്നെയാണെന്ന് ഞാൻ പറയും. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മളെടുക്കുന്ന തീരുമാനങ്ങളാണെന്ന് ഭാവിയിൽ നമുക്ക് തന്നെ ദോഷമായി വരുന്നത്. അതുകൊണ്ട് നമുക്ക് ആദ്യം നമുക്ക് വേണ്ടത് നമ്മൾ ഒരു മനസ്സാന്നിധ്യം, നമുക്ക് നല്ലൊരു മനസ്സ് വേണം. നമുക്ക് ഏത് കാര്യത്തിൽ നമുക്കത് മറികടക്കാൻ കഴിയുമെന്നുള്ള ആദ്യം ഒരു ആത്മവിശ്വാസം നമ്മളുണ്ടാവും. അങ്ങനെയാകുമ്പോൾ മാത്രമേ നമുക്ക് ആ പോരാട്ടങ്ങൾ നമുക്ക് മറികടക്കാൻ കഴിയുള്ളൂ. അല്ലാതെ പോരായ്മകളെ ഓർത്തുകൊണ്ട് നമ്മൾ ദുഃഖിച്ച് എനിക്കത് കഴിയില്ല, ഞാൻ തോറ്റുപോയി, ഇനി എനിക്ക് മുമ്പോട്ട് ജീവിക്കാൻ കഴിയില്ല, ഈ ഒരു മനസ്ഥിതി ഉണ്ടെങ്കിൽ നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയില്ല. കാരണം നമ്മളെ ഓർത്തും നമുക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മളെ ഓർത്ത് വിഷമിക്കുന്ന ഒത്തിരി പേര് അല്ലാത്തവരുണ്ട്, നമ്മൾ സ്നേഹിക്കുന്നവരുണ്ടാവും, കൂടെ ഉണ്ടാവും. അപ്പോൾ അത് അവരെ കൂടെ ചിന്തിക്കുക. നമ്മളെ മാത്രം ചിന്തിക്കാണ്ട് ഒറ്റ ഇതിൽ അങ്ങ് നോക്കിയിട്ട് കാര്യമില്ല. അപ്പോൾ എന്ത് കാര്യം പിന്നെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം നമ്മളെപ്പോഴും നമ്മളെക്കുറിച്ച് മാത്രമല്ല നമുക്ക് ചുറ്റുമുള്ളവരെക്കുറിച്ചും കൂടി നമ്മൾ ചിന്തിക്കണം. ഇപ്പം നമുക്കൊരു പ്രശ്നം വരുമ്പോൾ നമ്മൾ ചിന്തിക്കുക മറ്റുള്ളവർ അപ്പം ഇതുപോലെ പ്രശ്നങ്ങൾ അവരെങ്ങനെ തരണം ചെയ്തു അതിലേക്ക് നോക്കുക. അപ്പോൾ മറ്റുള്ളവർ മാതൃകകൾ നമ്മൾ ആദ്യം നോക്കുക. അങ്ങനെയുള്ളവർ നമ്മൾ ചിന്തിക്കുക. പിന്നെ നമ്മളെപ്പോഴും വിജയിച്ചിട്ടുള്ള ആളുകളെ അവരെക്കുറിച്ച് ഓർക്കുക.
അപ്പോൾ അവരെങ്ങനെയാണ് പ്രശ്നങ്ങൾ നമുക്ക് തരണം ചെയ്യാൻ കഴിയും, അവർക്ക് എങ്ങനെ ജീവിക്കാൻ കഴിയുന്നു, ആ ചിന്താഗതി വെക്കുക. നമ്മൾ ഒരു കാര്യത്തിൽ മാത്രമല്ല, നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നതാണ്. പക്ഷേ അതിനെ മറികടക്കാൻ നമ്മൾ ശ്രമിക്കുക. അതിന് നമുക്ക് ആദ്യം ഒരു നല്ലൊരു മനസാന്നിധ്യം വേണം. അല്ലാണ്ട് ജീവിതത്തിൽ തോറ്റുപോയി എന്ന് വിചാരിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിരിക്കും. കാരണം മനുഷ്യൻ്റെ ഈ ലോകമാണ്. ചിലപ്പോൾ തോറ്റൊക്കെ പോകും. പക്ഷേ എന്ന് വെച്ച് അവിടെ തളർന്നു പോകരുത്. മുമ്പോട്ട് ജയിക്കണം എന്നുള്ള ആ ഒരു മനസ്ഥിതി നമുക്ക് വേണ്ടത്. അപ്പോൾ എത്ര തോറ്റാലും നമ്മൾ എന്ത് ചെയ്യും, ഒരിക്കൽ ജയിക്കും എന്നുള്ളൊരു ആ ഒരു മൊമെൻ്റ് ഉണ്ടാവും. നമ്മൾ ജയിക്കും എന്നുള്ളൊരു മൊമെൻ്റ് അത് ഉണ്ടാവും, അവസാനം ഉണ്ടാവും. എന്തിനൊരു അവസാനം ഉണ്ടല്ലോ. അപ്പോൾ ആ ജീവിതത്തിൽ എത്ര തോറ്റാലും നമ്മളൊരു ജയിക്കുന്നത് വരെ പോരാടിക്കൊണ്ടിരിക്കുക.